ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ. ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസ്തുഗിയുടെ പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വർഷം ജൂലൈ 5 പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തസ്തുഗിയുടെ പ്രവചനം. കോവിഡ് വ്യാപനവും 2011 സുനാമിയും ഒക്കെ നേരത്തെ തസ്തുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം. ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ്. 2011 ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടാകുന്നത്. ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് 1999 2011 ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടങ്ങി. തസ്തുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999 ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കൊണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കവർ പേജിലായിരുന്നു 2011 ദുരന്തത്തെ പറ്റി പറഞ്ഞിരുന്നത്. ഈ കൃതിയിൽ ആകെ 15 സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ 13 ഇതുവരെ സത്യമായി എന്നാണ് ഇതിന്റെ ആരാധകർ വാദിക്കുന്നത്. ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ 5 നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ആളുകൾ ഭയചരിതരായി. ഇതോടെ ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി. അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട്. റിയോ തസ്തുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ്: ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും. ഇത് 2025 ജൂലൈ 5 പുലർച്ചെ 4:18 സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത്. ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. സമുദ്രത്തിനടിയിൽ ഭൗമ അന്തർഭാഗത്തു നിന്നുള്ള ലാവ് പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ, അതല്ല, അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത്. കടൽ തിളച്ചുമറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്നും ചിലർ വ്യാഖ്യാനിച്ചു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഇന്റർനെറ്റിലാകെ ജൂലൈ 5 ഡിസാസ്റ്റർ, റിയോ തസ്തുഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു. ആളുകൾ വല്ലാതെ പേടിച്ചു. ചൈന, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസത്തിലെ വിനോദസഞ്ചാര യാത്രകൾ 80% റദ്ദായി. ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകൾ കേട്ട ഭാവമൊന്നുമില്ല. ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ടെങ്കിലും ഇനി ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി ആളുകളിലുണ്ട്.